സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം ഇന്നും വേറൊന്നുമല്ല, വേടൻ്റെ വിഷയം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ വേടൻ്റെ വിഷയം കണ്ടിന്യൂസ്ലി വരുന്നതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. നമുക്കറിയാം, ഈ ഒരു മഴക്കാലം തുടങ്ങി. ആ മഴക്കാലം തുടങ്ങിയപ്പോൾ ഒരുപാട് വിഷജന്തുക്കൾ നമ്മുടെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്തയാണ്, ഈ മഴയായപ്പോൾ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കുക, ഇത്തരം വിഷമുള്ള പാമ്പുകളൊക്കെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഈ ഒരു മഴ പെയ്ത സമയത്ത് വന്ന 2-3 വിഷജന്തുക്കളുണ്ട്. അതിൽ കുറച്ചെണ്ണത്തിനൊക്കെ പേരൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊരു പേര് ശശികല, KP ശശികല. രണ്ടാമത്തെ പേര് മധു, NR മധു. 3 മിനി കൃഷ്ണകുമാർ, പാലക്കാട് നിന്ന് വന്നതാണ് കേട്ടോ. പിന്നെ അജിത്ത് എന്ന് പറഞ്ഞിട്ടൊരുത്തനുണ്ട്, ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഈ 4 വിഷജന്തുക്കളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ വിഷജന്തുക്കൾ പാമ്പൊക്കെ കൊത്തിക്കഴിഞ്ഞാൽ മരണം അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ 4 വിഷജന്തുക്കൾ കൊത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ 4 വിഷജന്തുക്കൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ജാതി അങ്ങോട്ട് വായിന്ന് തുപ്പുകയാണ്. ജാതിയും മതവും. ജാതി മതം എന്നുള്ളൊരു പേര് പറഞ്ഞുകൊണ്ട് ഒരു വിവേചനം ഉണ്ടാക്കിയെടുക്കുക. മറ്റുള്ളതൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ മാറിയിട്ട് ഈ പറയുന്ന പാമ്പ് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് പെട്ടെന്ന് ചികിത്സ എടുക്കണം, 8 ദിവസമൊക്കെ ഈ പറയുന്ന വേറെ ഒന്നും കഴിക്കാതെ പഥ്യം നോക്കിയൊക്കെ ഇരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പട്ടി അടിച്ച മറ്റേ പൂക്കളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ. പക്ഷേ ഈ ജന്തുക്കൾ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജാതിയിലുള്ള ആളുകൾ ഒരു സൈഡിലേക്ക് ഒതുങ്ങിക്കൂടണം എന്നുള്ള രീതിയിലാണ്, എങ്ങനെയാണെങ്കിലും ഐസൊലേറ്റ് ചെയ്യുക, ഒറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഈ 5 അല്ലെങ്കിൽ ഈ 4 പേർ ഇറങ്ങി തിരിച്ചിരിക്കുന്നതിൻ്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അതിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അടിച്ചൊതുക്കണം. ആരാണ് വേടൻ? നമുക്കറിയാം, ഗോത്ര സമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവർ ഇന്നലകളിൽ അനുഭവിച്ചിട്ടുള്ള അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അത് പുതുതലമുറയിലേക്ക് അവതരിപ്പിക്കുവാനും പുതുതലമുറയെ അവരുടെ മനസ്സിൽ നിന്നും ജാതി മതം എന്നുള്ള ഈ പറയുന്ന വേർതിരിവുകളും അതേപോലെ തന്നെ വർണ്ണവിവേചനങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയും ആ കാര്യങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇതായിരുന്നു ഇന്നലകളിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിരുന്നത്, ഇനി നിങ്ങളായിട്ടത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട്, അതൊരു കലാരൂപത്തിൽ അവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മുടെ സമൂഹത്തിൽ നല്ലത് മാത്രം വരണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി, അതാണ് വേടൻ. ആ വേടൻ അനുഭവിച്ച ആ വേടൻ്റെ ദുരിതങ്ങളും ആ വേടൻ്റെ അമ്മ അനുഭവിച്ചതും വേടൻ്റെ സമൂഹത്തിലുള്ള ആളുകൾ അനുഭവിച്ചതും, ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഗോത്ര സമൂഹത്തിൻ്റെ ഒരു നേതാവായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ഗോത്ര സമൂഹം എന്ന് ഞാൻ അങ്ങനെ വെറുതെ പറയുന്നതല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ കാണുന്ന ആളുകൾക്കുള്ള മറുപടിയായിട്ടാണ് ഞാൻ അവർ പേര് പറയുന്നത്, അല്ലാതെ അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിട്ടല്ല. വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു നേതാവായിട്ട് വേണമെങ്കിൽ നമുക്ക് വേടനെ വിശേഷിപ്പിക്കാം. നമുക്കറിയാം, അംബേദ്കറും മഹാത്മാഗാന്ധിയൊക്കെ മുന്നോട്ട് വെച്ചിരുന്ന ആശയം ഇതൊക്കെ തന്നെയായിരുന്നു. ജാതി മതം വർണ്ണവിവേചനം ഇതൊന്നും മുന്നിലേക്ക് വരാൻ പാടില്ല, ഇതിനെല്ലാം നമുക്ക് തൂത്തെറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരും വന്നത്. പക്ഷേ അതിനുശേഷവും നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ പിന്നെ ഇതൊക്കെ നടന്നു പോകും, സർവ്വസാധാരണമാണ്. അങ്ങനെ ഇരിക്കെ വേടൻ്റെ വിഷയം വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിമത്തവും അതേപോലെ തന്നെ സമൂഹത്തിൽ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ അവഹേളിക്കുക, അവരെ മോശമായിട്ട് പരാമർശിക്കുക, അവർക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിരിക്കുകയായിരുന്നു. വേടൻ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഇപ്പോൾ കുറച്ചധികം നാളുകളെ ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ വേടൻ വന്നതിന് ശേഷം ഈ ജാതി മതം എന്നുള്ള ഈ ചിന്തകളൊക്കെ നമ്മുടെ പുതുതലമുറയിൽ നിന്നും അതേപോലെ തന്നെ പഴയ തലമുറയിൽപ്പെട്ട ഒരുമാതിരിപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ മാറി. എന്തുകൊണ്ടാണ്? വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് മനസ്സിലായതുകൊണ്ടാണ്. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി, എന്നിട്ടും മനസ്സിലാകാത്ത കുറച്ച് ചാണകസംഖ്യകൾ മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. അവരാണ് ഈ പറയുന്ന തുടർച്ചയായിട്ടുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. വേടൻ ആദ്യമേ തന്നെ ഒരു പരിപാടിക്ക് പറയുന്നുണ്ട്, ഇന്നിത് മതമാണ്, നാളെ നിറമാകും, പിന്നെ ജാതിയാവും. അപ്പോൾ ഇത് നമ്മൾ ഇനി അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ സൈഡിൽ പ്ലേ ചെയ്യാം. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷമാണ് വേടൻ്റെ ഒരു പരിപാടി വേടൻ തുടങ്ങുന്നത്. അത് 5 വർഷം മുൻപുള്ളൊരു വീഡിയോ ആണ്. അതിലാണ് മോദിയെ അവഹേളിച്ചു എന്നൊക്കെ ഇവർ പറയുന്നത് കേട്ടോ. അതിൽ മോദിയെ അവഹേളിക്കുന്നുണ്ട്, അത് വേണ്ട കാര്യം തന്നെയാണ്. അതിലെ അംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ളത്. പിന്നീട് വന്ന വിഷയങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, വേടൻ വിഘടനവാദിയാണ്. വേടൻ എന്ന് പറയുന്ന വ്യക്തി ജാതി സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ജാതി പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ യുവജനതയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു, അല്ല യുവജനതയുടെ ഉള്ളിലേക്ക് ജാതി മതം എന്ന് പറയുന്ന സാധനം കുത്തി നിറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഈ പറയുന്ന മധുവും അതേപോലെ മധുവിനെ കൂട്ടുപിടിക്കുന്ന ഈ ശശികല അല്ലെങ്കിൽ ഈ മിനി കൃഷ്ണകുമാർ ഇവരൊക്കെ പറയുന്നത്. മിനി കൃഷ്ണകുമാറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിജിയെ അവഹേളിച്ചു എന്നുള്ളതായിരുന്നു. അതിനുള്ളത് BJP തന്നെ കൊടുത്തു. ഇനി മേലെ ഈ പറയുന്ന പ്രസ്താവനയായിട്ട് വഴിക്ക് വന്നു പോയേക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് മിനി കൃഷ്ണകുമാർ എവിടെ പോയെന്ന് പോലും അറിയാനില്ല. എൻ്റെ മോദിജി അവഹേളിച്ചാൽ ഞാനങ്ങ് എന്തൊക്കെ പറയുമെന്നൊക്കെയാണ് പറഞ്ഞത്. അവസാനം പുലി പോയ വഴിയിൽ പുലിയുടെ കൂടെ പോലും ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥ എത്തി. എവിടെ പോയെന്ന് പോലും അറിയില്ല. വീട്ടിലിപ്പോൾ കയറി ഇരിപ്പുണ്ടാവും. മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ മതിയിരുന്നു പണ്ടേ, ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയി ചമ്മി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന വിഷയം ഇന്ന് ശശികലയെ പറ്റി പറയാനാണ്. ഈ ശശികല ടീച്ചർ കേട്ടോ, ഇനി ബഹുമാനിച്ചില്ലെന്ന് വേണ്ട. ശശികല ടീച്ചർ എന്താണ് പറഞ്ഞത്?
വേടൻ എന്ന് പറയുന്ന വ്യക്തി ഗോത്രവർഗത്തിൽപ്പെട്ട ഒരാളാണ്. ഈ ഗോത്രവർഗ്ഗക്കാർക്ക് ഒരു കല പറഞ്ഞിട്ടുണ്ട്, മുൻകൂട്ടി നിശ്ചയിച്ചൊരു കലയുണ്ട്, അവരത് ചെയ്താൽ മതി. റാപ്പ് എന്ന് പറയുന്നതാണോ ഇവരുടെ സംഗീതം എന്നൊക്കെയാണ് ഇവർ ചോദിച്ചത്. അതല്ലെങ്കിൽ റാപ്പല്ലാതെ ഗോത്രവർഗ്ഗ പട്ടികവർഗത്തിൽപ്പെട്ട ഒരാൾ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഏതെങ്കിലും ഒരു ബുക്കിലോ, അല്ലെങ്കിൽ ഈ ഹിന്ദു ഐക്യവേദിയുടെ വലിയൊരു സംഭവമാണല്ലോ, മുഖ്യ രക്ഷാധികാരിയാണല്ലോ നിങ്ങളുടെ ആ ഒരു ബുക്കിൽ, ഞാനും ഹിന്ദു തന്നെയാണ്, ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു നിഘണ്ടുവിലോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു അജണ്ടയിലോ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടോ? ഇനി ഹിന്ദുക്കൾ പോട്ടെ, മറ്റേത് മതവിശ്വാസികളും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ബുക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഈ താഴ്ന്ന ജാതിക്കാർ ഇത് ചെയ്താൽ മതി, ഈ പൊലേൻ ഇത് ചെയ്താൽ മതി, പറയൻ ഇത് ചെയ്താൽ മതി, നായർ ഇത് ചെയ്താൽ മതി? ഇല്ലല്ലോ. അതാരാണ് പറയുന്നത്? ഈ പറയുന്ന മനുഷ്യൻ തന്നെയാണ്. ഈ മനുഷ്യൻ തന്നെയാണ് മനുഷ്യനെ ജാതീയ അടിസ്ഥാനത്തിലും വർഗ അടിസ്ഥാനത്തിലും മത അടിസ്ഥാനത്തിലും വേർതിരിച്ചിരിക്കുന്നത്. ഇങ്ങനെ വേർതിരിവുണ്ടാക്കിയിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ജാതിയിൽപ്പെട്ട ആളുകൾ, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ഇത് ചെയ്താൽ മതി എന്ന്. എന്ത് അർഹതയാണ് നിനക്കതുള്ളത് പറയാൻ? KP ശശികല ടീച്ചർ എന്നുള്ളൊരു പേര് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ എടുത്ത പേരാണ്. ഞാൻ ട്യൂഷനൊക്കെ ചെയ്യുമായിരുന്നു, പിള്ളേരെ പഠിപ്പിക്കുമായിരുന്നെന്ന്. നീ പഠിപ്പിച്ചതെല്ലാം വർഗീയ വിഷം കുത്തിച്ചേർക്കാനായിരിക്കും അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, മധുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലിലെടുത്താണ്. മധുവിന് എന്താണ് ഇനിയും പറയാനുള്ളത്? മധുവിൻ്റെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മധു പറഞ്ഞത് വേടൻ വിഘടനവാദിയാണ്, ആ ഒരു നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുമെന്നാണ് വേടനെ പറ്റി മധു പറഞ്ഞത്. മധുവിനെ നമ്മൾ പരിഗണിക്കുന്നതേ ഇല്ല, കാരണം 2 ദിവസം കഴിഞ്ഞ് ഇല വെക്കേണ്ട ഒരു സൈസ് സാധനമാണത്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് വറീഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ KP ശശികല വന്ന് പറയുന്നത്, ശശികലയുടെ ഒരു പരാമർശം എന്ന് പറഞ്ഞ ഇതാണ്, മധുചേട്ടൻ പറഞ്ഞത് സത്യമായിരിക്കും, മധുചേട്ടന് ഭയങ്കര അറിവാണ്, ഈ അമ്മച്ചിയും ചേട്ടനും ഒക്കെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പം മധുചേട്ടന് ഭയങ്കര അറിവാണ്, മധുചേട്ടൻ ഒരുപാട് പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളാണ്, പത്രത്തിൻ്റെ ഒരു മുഖ്യ പത്രാധിപനാണ്, കേസരിയുടെ പത്രാധിപനാണ്. അപ്പം മധുചേട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ലാതെ അയാൾ ചുമ്മാ വെറുതെ ഒന്നും പറയില്ലെന്നാണ്. 2 കൂട്ടരും പറയുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ വേടൻ സമൂഹത്തിൽ ഇനി വേണ്ട, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി രാജ്യദ്രോഹിയാണ്, നമ്മുടെ സമൂഹത്തിൽ രാജ്യത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നു, LTT വർഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ജിഹാദിയാണ് വേടൻ എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞു വെക്കുന്നൊരു കാര്യം. അപ്പം ഞാൻ ആദ്യം ഈ ശശികല ടീച്ചർ ആരായിരുന്നു, അല്ലെങ്കിൽ ശശികല ടീച്ചർ എന്തായിരുന്നു മുൻപ് സംസാരിച്ചതെന്നുള്ളൊരു വീഡിയോ ഉണ്ട്, ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം. എന്തുകൊണ്ട് അത് പ്ലേ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത്രയും രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകളെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അറിയണ്ടേ. ഇപ്പം കുറച്ച് പേരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുള്ളൂ, കുറച്ച് ആളുകൾക്ക് കാണാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, കുറേ അധികം നാളുകൾക്ക് മുൻപ് വന്നൊരു വീഡിയോ ആണ്. നമ്മുടെ ഈ ദേശീയ പതാകയെ പറ്റി നമ്മുടെ ശശികല ടീച്ചറിൻ്റെ ഒരു അവലോകനവും ശശികല ടീച്ചറിൻ്റെ ഒരു പരാമർശമുണ്ട്. അത് ഞാൻ ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ മാന്യയായ ടീച്ചറിൻ്റെ വാക്കുകളിലേക്ക് വരാം, രാജ്യസ്നേഹിയായ ടീച്ചറിൻ്റെ വാക്കുകളിലേക്ക് വരാം. ചരിത്ര സംബന്ധിയായി ചരിത്രാധ്യാപികയായ ശശികല ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അതിലെ ഒരു വാചകം ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 3 കഷ്ണം തുന്നിക്കെട്ടിയ ഒരു തുണിയാണത്. കോൺഗ്രസ് ഇങ്ങനെ ഒരു ദേശീയ പതാക രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പതാക നിർമ്മാണ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഭഗവദ്ധ്വജമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായി വേണ്ടത് എന്ന് നിർദ്ദേശിച്ചിട്ടും അത് പൂർണ്ണമായും തള്ളി ഇങ്ങനെ 3 കഷ്ണം തുണി തുന്നിയ ഒരു പതാക ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഏത് ചരിത്ര വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ടീച്ചർ അങ്ങനെ പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു, 7 അംഗങ്ങളുള്ള പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു. പതാക നിർണയ കമ്മിറ്റിയിൽ ഒരാൾ പോലും ഈ പതാകയെ, ഇത്തരം ഒരു പതാകയെ അവർ സജസ്റ്റ് ചെയ്തിട്ടില്ല. അവരെല്ലാവരും സജസ്റ്റ് ചെയ്തത് കാവി പതാക. ഞാൻ വിശദീകരിക്കട്ടെ. 1947 ജൂൺ 3 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ദേശീയ പതാക തീരുമാനിക്കാൻ ഒരു അഡ്ഹോക് സമിതിയെ വെക്കുന്നത്. ഓക്കെ, ആ പതാക സമിതിയുടെ അംഗങ്ങൾ ഇവരൊക്കെയാണ്: രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, സരോജിനി നായിഡു, സി രാജഗോപാലാചാരി, കെ മുൻഷി, BR അംബേദ്കർ. ഇവർ ഏകകണ്ഠമായാണ് ഈ ത്രിവർണ്ണ പതാക ശുപാർശ ചെയ്തത്. അല്ലാതെ ഒരാളും ഭഗവദ്ധ്വജമാണ് ഇന്ത്യയുടെ പതാകയാവേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. ഈ ത്രിവർണ്ണ പതാകയ്ക്ക് പകരം ഭഗവദ്ധ്വജമാണ് വേണ്ടത് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ചർച്ചയിൽ എവിടെയാണ് പറയുന്നത്? അല്ലെങ്കിൽ കാവ്യാണ് വേണ്ടത് എന്ന് എവിടെ പറഞ്ഞു? ഒരാളും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം കാവ്യ പതാകയാണ്. ഒരാളും പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ മാത്രം പറയുന്നല്ലോ, എത്രയോ ഗ്രന്ഥാവരണ എത്രയോ കൃത്യമായി അവർ നിർദ്ദേശിച്ചത്. അത് ഈ മറ്റേ ദേശീയഗാനത്തിന് വന്ന പോലെ തന്നെയാണ്. ദേശീയഗാനത്തിന്റെ കാര്യം ഞാൻ പറയാം. ചരിത്രാധ്യാപികയായ ടീച്ചർ ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് 3 കഷ്ണം തുണി എന്ന് വിശേഷിപ്പിച്ച് ഇങ്ങനെയാണ് ഇതിന്റെ കഥ എന്ന 100% വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞാൽ ഒരു തലമുറ അതിനെ എങ്ങനെയാണ് കേൾക്കേണ്ടത്? എങ്ങനെയാണ് മനസ്സിലായിക്കോളും ആ പറഞ്ഞത് എന്താണ് എന്നുള്ളത് എങ്ങനെയാലും അവർക്ക് മനസ്സിലായി. അത്തരം കാര്യങ്ങളൊന്നും തിരുത്തില്ല. എന്തിനാ തിരുത്തുന്നത്? എനിക്ക് ദേശീയ പതാക കാവിയിൽ പണിയണമായിരുന്നു എന്ന് 3 കഷ്ണം ചേർത്ത് വെച്ചതാണ് ദേശീയ പതാക എന്നാണ് ടീച്ചറുടെ പരാമർശം.
അങ്ങനെ പറഞ്ഞ രാജ്യസ്നേഹിയുടെ ഇനി വേടനെ പറ്റി പറയുന്നൊരു വീഡിയോ ഉണ്ട്, ഞാൻ അതോടെ പ്ലേ ചെയ്യും. ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ, രാജ്യസ്നേഹിയാണെന്നുള്ളതിനെ പറ്റി അല്ലെങ്കിൽ രാജ്യസ്നേഹി ആണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ആർക്കും ഇല്ലല്ലോ അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ആർക്കും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ രാജ്യസ്നേഹിയായിട്ടുള്ള നമ്മുടെ ശശികല ടീച്ചറിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വേടനെ പറ്റി പറയുന്നതാണ്, ഇന്ന് വന്നൊരു വീഡിയോ ആണ്, അവിടെ ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഇതുപോലെ തന്നെ ഒരാൾ പറഞ്ഞ വാക്കുകൾ, അതായത് എൻ ആർ മധു എന്നൊരാൾ പറഞ്ഞ വാക്കുകൾ ഞാൻ ടീച്ചർക്ക് കേൾപ്പിച്ചു തരാം. ഇതിലെന്താ പറയാനുള്ളത് എന്നൊന്ന്. വേടൻ പാടുന്ന പാട്ട് അത് ഇവിടുത്തെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും ആകർഷിച്ചു. അവ 3.5 കോടിയും ഒരു ഗ്രൗണ്ടിൽ വന്നാലും അതിന് എതിർഭാഗത്ത് നിൽക്കും. കാരണം വേടന്റെ സാഹിത്യം രാജ്യദ്രോഹം ഉൾക്കൊള്ളുന്നതാണ്. വേടന്റെ സാഹിത്യം സാമൂഹ്യ വിഭജനം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് വേടന്റെ സാഹിത്യം രാജ്യദ്രോഹമാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്നെക്കാൾ വായിക്കുകയും കാര്യങ്ങൾ ചിന്തിക്കുകയും ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നയാളാണ് എൻ ആർ മധുചേട്ടൻ. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. കേസരിയുടെ മുഖ്യ പത്രാധിപരാണ്. ലോകം അറിയാത്ത ആളല്ല. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ അതുവരെ എനിക്ക് ഞാൻ പറഞ്ഞില്ല റാപ്പ് എന്താണെന്നറിയില്ല, ഈ ഹിരൺദാസ് ആരാന്നും എനിക്കറിയില്ല. ഈ അറസ്റ്റ് നടന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത് ആരാ ആള്. കാരണം അറസ്റ്റ് ചെയ്ത് പറയുമ്പോൾ ഏതൊരു VIP ആണല്ലോ. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ആരാണ് ആള്. അങ്ങനെയാണ് ഇനിയിപ്പോൾ അത് അറിയില്ല എന്ന് പറഞ്ഞാൽ അതെൻ്റെ അല്ലേ ടീച്ചറെ പോലുള്ളവർക്ക് അറിയില്ല, എൻ്റെ ഒരു പക്ഷേ പൊതുവിവരമില്ലായ്മയാകാം, എനിക്കറിയില്ല. അപ്പോൾ ഇതിന് ശേഷം ഇദ്ദേഹത്തിൻ്റേതെന്ന് പറയുന്ന ചില സാഹിത്യങ്ങൾ ഞാൻ പലരും അയച്ചു തന്നത് പാടുന്നത് കേട്ടു. അത്ര നിഷ്കളങ്കമാണ് ആ വരികൾ എന്ന് എനിക്ക് തോന്നിയില്ല. അറിയില്ലെങ്കിൽ അറിയാത്ത പരിപാടി അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പറയാനായിട്ട് നിൽക്കരുത്. ശശികല ടീച്ചർ എന്താ ചെയ്തേ? വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന തുണിയില്ലാതെയാണ് നടക്കുന്നത്, പെരുമാറ്റച്ചട്ടം മോശമാണ്, അവരുടെ സമാജത്തെ അവഹേളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രഹസനമായിട്ട് വന്നു. എന്നിട്ട് ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ഒരാൾ ചെയ്യേണ്ട കലയല്ല റാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കോപ്പില വർത്താനമായിട്ട് വന്നു ഈ പെണ്ണുമ്പിള്ള. വേടനെ പറ്റി നിങ്ങൾ അവഹേളിച്ചു, അവരുടെ സമുദായത്തെ നിങ്ങൾ അവഹേളിച്ചു, നിങ്ങൾ പറഞ്ഞു ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്യേണ്ട കലയല്ല റാപ്പ്. പിന്നെ ആരാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മക്കളാണ് ചെയ്യേണ്ടത്. വർഗീയ വിഷം തുപ്പാനായിട്ടും ജാതി പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സ്പർദ്ധ വളർത്താനും ശ്രമിക്കുന്ന ഒരു സ്ത്രീ എന്ന് മാത്രമേ നിങ്ങളെ എനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുള്ളൂ. ടീച്ചറൊന്നും വിളിക്കാൻ എനിക്ക് എൻ്റെ ഒരു മനസ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്ത എന്നെ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസ്സിലെ ആ ജാതി വർണ്ണ വിവേചനം കൊണ്ടാണ്. അങ്ങനത്തെ ചെറ്റ സ്വഭാവമുള്ളൊരു സ്ത്രീയാണ് നിങ്ങൾ. അങ്ങനെയുള്ളൊരു സ്ത്രീ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി വന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ നല്ലൊരു ശതമാനത്തിലുള്ള ആളുകൾക്കും മനസ്സിലാവും നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും നിങ്ങളുടെ ചിന്താഗതി എങ്ങനെയാണെന്നും നിങ്ങളുടെ ഉള്ളിലെ ജാതി വർണ്ണ വിവേചനം എന്താണെന്നും. ഈ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മധു എന്ന് പറയുന്നവൻ കേസരിയുടെ മുഖ്യ പത്രാധിപനാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. മനുഷ്യനാവണം, ആദ്യം മനുഷ്യനാവടാ, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും ഒക്കെ. അത് തന്നെ ടീച്ചറിനോട് എനിക്ക് പറയാനുള്ളത്. ആദ്യം മനുഷ്യനാവ്, എന്നിട്ടുണ്ടാവും നിലയും വിലയൊക്കെ. കാവ്യാണ് രാജ്യത്തിന് വേണ്ടത്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ദേശീയ പതാക അവഹേളിച്ച സ്ത്രീയാണെന്ന് പറയുന്നത് വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ മോശമാണ്, അല്ലെങ്കിൽ രാജ്യവിരുദ്ധമാണെന്ന്, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റമാണെന്ന്. എന്തൊരു കഷ്ടമാണല്ലേ. ബാക്കി കണ്ടുപോകാം. ഇത് രാജ്യദ്രോഹമല്ല എന്ന് പറയാൻ പറ്റൂ. പിന്നെന്താണ് അർത്ഥം? ലങ്കൻപുലികൾ ഇദ്ദേഹം എനിക്ക് പേരറിയാത്തോണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. എന്താണ് കണ്ട അർത്ഥം? ലങ്കൻപുലികളുടെ ദാഹം തീരാതെ അലിയുന്നു. എന്താ മനസ്സിലാക്കി? പാട്ടായിട്ട് മാത്രം ആസ്വദിക്കുന്നവരും അല്ല, എന്തായാലും അർത്ഥം എന്താ ചെയ്യുന്നത്? ചുക്കുമുളകുതി പലി അല്ലല്ലോ പാട്ടിന്റെ സാഹിത്യം അല്ലേ? ചുക്കമുളകതി പലി എന്ന് പറയണ്ടേ? ചുക്കുമുളകുതി പലി എന്ന് പറഞ്ഞാൽ അതിനൊരു വാലെന്തലില്ല. ഈ ലങ്കൻപുലികൾ ദാഹം തീരാതെ അലയുന്നു. എനിക്ക് വിവരമില്ല, ഞാൻ മനസ്സിലാക്കിയ ലങ്കൻപുലി LKT-കാരാ. വേറെ ലങ്കേതെങ്കിലും പുലിയൊന്നും കൊണ്ടിരുന്നില്ല. ലങ്കൻപുലികളുടെ ദാഹം തീരാതെ അലയുന്നെങ്കിൽ ആ ദാഹം തീരാൻ നമ്മൾ എന്തെങ്കിലും കൊടുക്കണം വേണ്ടേ? അത് ഇവിടെ അലയുന്നെങ്കിൽ ആ അലച്ചിലിൽ ഒരു പ്രധാനമന്ത്രിയെ കൊടുത്തു. ഇനി ഒന്നും കൊടുക്കാനില്ല ഇവിടെ ഞങ്ങൾക്ക്. ഈ നാടിനൊന്നും കൊടുക്കാനില്ല ലങ്കൻപുലികളുടെ ദാഹം തീരാൻ. അങ്ങനെ ഓരോന്നും. മറ്റൊരു ഇതിന് ഞാൻ കണ്ടു, എന്താണ്, കൊച്ചിക്കായലിൽ താത്തിയാൽ പിന്നെ എന്തോ തെരഞ്ഞാൽ പോലും കിട്ടില്ല, കൊച്ചിക്കായലിൽ ചവിട്ടി താത്തിയാൽ. അപ്പോൾ ഞാൻ മരണം തരുന്ന ആളാണ് എന്ന് പറഞ്ഞതാണ് പറഞ്ഞത്. എല്ലാ അനുഭവങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ധാരാളം പേരെ കാണാതാകുന്നുണ്ട്, കുട്ടികളെ, സ്ത്രീകളെ അല്ലേ? ഈ കൊച്ചിക്കായലിൻ്റെ അഗാധതകളിൽ ആരെങ്കിലുമൊക്കെ ചവിട്ടി താത്തുന്നുണ്ടോ ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ സംഘങ്ങൾ? ചവിട്ടി താത്തിയാൽ പിന്നെ തെരഞ്ഞാൽ കാണില്ല എന്നാ പറയുന്നത്. എനിക്കറിയില്ല. ഉണ്ടായിരിക്കും. അത് അറിയാവുന്നവർക്കല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ചിലതിനൊരു അർത്ഥം ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റാൻ ഒരു അർത്ഥം ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ ഇത്തരം ചില വരികൾ അയ്യേ, കൊച്ചിക്കായലി താഴ്ത്തിയ പോലും കിറുക്കന്മാർക്ക് കിട്ടൂല എന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ. ആ പാട്ടിനെയാണ് പറയുന്നത്. അതിനെയും ഈ പറയുന്ന വേടൻ ഈ പറയുന്ന മുഖ്യമന്ത്രി അല്ലെ പ്രധാനമന്ത്രിയൊക്കെ അവഹേളിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനെയും രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ ദേശീയ പതാകയെ അവഹേളിച്ച നിനക്ക് എന്ത് അധികാരം അല്ലെങ്കിൽ എന്ത് അവകാശമാണ് ശശികലയുള്ളത് ഇതിനെപ്പറ്റി പറയാൻ, വേടനെ പറ്റി പറയാൻ? നല്ലൊരു വ്യക്തിയാണ് വന്ന് പറയുന്നതെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾ അംഗീകരിക്കും. അതല്ലാതെ നിങ്ങളെപ്പോലെ രാജ്യത്തിൻ്റെ ഒരു ദേശീയ പതാകയെ അവഹേളിച്ച അല്ലെ രാജ്യത്തിനെ അവഹേളിച്ച ഒരു സ്ത്രീ വന്ന് പറയുമ്പോൾ ആരംഗീകരിക്കാനാണ്? ഈ മധു മുന്നോട്ട് വെക്കുന്ന ആശയവും ശശികല മുന്നോട്ട് വെക്കുന്ന ആശയവും സെയിം തന്നെയാണ്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന ഒരു ക്ലാസ് ഒക്കെ എടുത്ത് പഠിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു ചാനൽ ഞാൻ കണ്ടതാണ്, ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ചാനൽ കണ്ടാണ് KP ശശികല പറയുന്നത് വേടൻ്റെ വരികൾ അത്ര ശുദ്ധമല്ല എന്ന് പറഞ്ഞിട്ടൊരു പരാമർശം. അതിനെപ്പറ്റി അതുകൂടെ ഞാൻ പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ വീഡിയോയിലേക്ക് വരാം.
ആ വരികൾ അത്ര ശുദ്ധമല്ല. ഞാൻ ഈ കഞ്ചാവ് കേസിന് ശേഷമാണ് ഇങ്ങനൊരു കലാരൂപത്തെ പറ്റി അറിയണത്, ഇങ്ങനൊരു കലാകാരനെ പറ്റി അറിയണത്. സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യായിരുന്നു ഇങ്ങനൊരു വ്യക്തി ഈ കേരളത്തിൽ ജീവിച്ചു പോകുന്നുണ്ട് എന്നുള്ളതോ, എൻ്റെ കുറവാവാം, ഇങ്ങനൊരു സംഗീത രൂപമുണ്ട് എന്നുള്ളതോ എനിക്കറിയില്ല. സംഗീതം കല ആസ്വാദനത്തിനുള്ളതാണ്, കല മനുഷ്യനെ ഒരുമിപ്പിക്കാനുള്ളതാണ്, കല ഭിന്നിപ്പിക്കാനുള്ളതാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പി സോണിയാണെങ്കിലും അത് ചട്ടമ്പി സ്വാമിയാണെങ്കിലും തൈക്കാട് അയ്യാവാണെങ്കിലും. ചട്ടമ്പി സോണി ആരാ ഒന്ന് പറയുന്നതെന്ന് ഓർക്കണേ, ഒരു ചരിത്ര അധ്യാപികയാണ്. ചട്ടമ്പി സോണി ആണെങ്കിലും ഈ തൈക്കാട് അയ്യനാണെങ്കിലും എന്നൊക്കെ വന്നുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ എന്ത് വേണം, എന്ത് മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങൾക്ക്? ചട്ടമ്പി സോണി അല്ല ചേച്ചി, പാനാസോണിക്ക്. കഷ്ടം തന്നെ. അത് ഭയക്കണ്ട രാഷ്ട്രീയമാണ്, അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതിക്കാരൻ്റെ വിഷയം പാലസ്തീൻ്റെ മോചനമല്ല. ആ പാലസ്തീൻ്റെ പതാക ഉയർത്തിക്കൊണ്ട് പാലസ്തീന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇവിടുത്തെ വിഷയങ്ങളൊന്നും കാണുന്നില്ല, മറിച്ച് പാലസ്തീൻ്റെ വിഷയം പറഞ്ഞ് ഇന്റർനാഷണൽ വിഷയങ്ങൾ മുഴുവൻ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. അത് ആരാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തണം. അദ്ദേഹത്തിൻ്റെ കലയൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ വരികൾ എന്തോ അത്ര എനിക്ക് തോന്നുന്നില്ല അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭൂഷണമാണ് ആ വരികൾ എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം തിരുത്തുമായിരിക്കാം, കാരണം ഇത്രയും ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു കലാകാരൻ. അദ്ദേഹത്തിൻ്റെ ആ കഴിവുകൾ സമാജത്തെ ഒരുമിപ്പിക്കാൻ, സമാജത്തെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കണം. അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ഇനി കഞ്ചാവ് ഉപയോഗിക്കില്ല എന്നുള്ളത് ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കട്ടെ. പക്ഷേ അതുവരെ അദ്ദേഹം സർക്കാർ അതിഥിയായി വരരുത്, സർക്കാർ ഫണ്ടിൽ ഇതുപോലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കരുത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ സംഘപരിവാർ നേതാക്കൾ നടത്തുമ്പോൾ അതിനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു നെറേറ്റീവ് നിലവിൽ നമ്മുടെ സമൂഹത്തിലുണ്ടോ? തീർച്ചയായും. അതെന്താന്ന് പറഞ്ഞാൽ ആര് പറയുന്നു എന്ന് നോക്കിയിട്ടാണ്. ഇതിപ്പോ ഇത്തരം ഈ കഞ്ചാവ് അടിച്ച കലാരൂപങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ സമാജത്തിൽ മൊത്തം വരുന്ന മൂല്യച്യുതിയെ പറ്റി എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ആര് പറയുന്നു എന്ന് നോക്കിയിട്ടാണ് പ്രതികരണങ്ങളൊക്കെ വരുന്നത്. സംഘപരിവാറാണോ പറയുന്നത് എങ്കിൽ ശരി, ഞങ്ങൾ അങ്ങ് ഇപ്പൊ മഴ പെയ്യുന്നു എന്ന് സംഘപരിവാർ പറഞ്ഞാൽ എല്ലാം കൂടെ പറയും അല്ല, നല്ല തീ വെയിലാണ്. സംഘപരിവാറിനെ അല്ല എതിർക്കുന്നത്, സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയാണ് എതിർക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പോലും ഇല്ലാത്തൊരു സ്ത്രീയാണല്ലോ നിങ്ങളെന്ന് ഓർക്കുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ചേച്ചി പറയുന്നത് കഞ്ചാവ് അടിച്ചിട്ട് കഞ്ചാവ് കലയിൽ വരുന്നു എന്നാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ പൂജകളൊക്കെ ചെയ്യുന്ന ഈ സന്യാസിമാരൊക്കെ ഉണ്ടല്ലോ, ഈ പൂജകൾ ചെയ്യുന്നതും അല്ലെങ്കിൽ പണ്ടത്തെ കവികളും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, നവോത്ഥാന നായകന്മാരൊക്കെ ഉണ്ട്. അവർ പോലും കഞ്ചാവ് വലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ സന്യാസിമാരൊക്കെ ഇപ്പോഴും വാരാണസിയിലൊക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ള അയോധ്യ അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയാൽ എല്ലായിടത്തും ഉള്ളത് ഈ പറയുന്ന കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിക്ക് അതിനെപ്പറ്റി പറയാനില്ല. വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൈവശം വരുന്ന ഒരു 7 ഗ്രാം കഞ്ചാവ് അല്ല 5 ഗ്രാം കഞ്ചാവ് കിട്ടിയതിൻ്റെ പേരിലാണ് ഈ പറയുന്നത്. വേടൻ്റെ കയ്യിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവ് പിടിച്ചതോ വേടൻ്റെ നെഞ്ചിൽ കിടന്ന പുലിപ്പല്ലോ അല്ല ഇവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. അത് വീണ്ടും വീണ്ടും അവർ പറയുകയാണ്, വേടൻ ജിഹാദിയാണ്, ജിഹാദികൾക്കൊപ്പമാണ് വേടൻ നിലകൊള്ളുന്നതെന്നാണ്. വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും വേടൻ്റെ ആദർശവും വേടൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് കേരളത്തിലെ എല്ലാ സമൂഹത്തിലുള്ള ജനങ്ങൾക്കും അറിയാം. അത് കൊച്ചുകുട്ടികൾ തുടങ്ങി പ്രായമായവർ വരെ അറിയാം. ഇപ്പോൾ പ്രായമായവർ വരെ വേടനൊപ്പം നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവർ ഇന്നലകളിൽ കണ്ട അല്ലെങ്കിൽ ഇന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ വേടൻ ഒരു കലാരൂപത്തിൽ വരച്ച് കാണിക്കുമ്പോൾ അത് എൻ്റെ ശബ്ദമാണ്, എൻ്റെ മകനാണ് വന്ന് പറയുന്നതെന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ വേടനെ വരവേൽക്കുന്നത്. അതിൽ ഇത്ര അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് എന്ത് കാര്യമാണ്? അതിനെ വിമർശിച്ച് വേടനെ വേറൊരു താത്വിക അവലോകനവുമായിട്ട് പോവുകയാണ് NR മധുവും അതേപോലെ തന്നെ മധുവിൻ്റെ ആരാധികയായിട്ടുള്ള ഈ പറയുന്ന KP ശശികലയും. കഷ്ടം തന്നെയാണ് കേട്ടോ. നിങ്ങളെപ്പോലെ ഈ സമൂഹത്തിൽ കുറച്ചൊക്കെ അറിവുള്ള ആളുകൾ വന്നിട്ട് നല്ല കാര്യങ്ങൾ പറയേണ്ടതിന് പകരം ജാതി പറഞ്ഞുകൊണ്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു LTT അല്ല ജിഹാദി എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശിക്കുമ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ വ്യക്തിഹത്യയല്ലേ ചെയ്യുന്നത്? ആ ഒരു വ്യക്തിയുടെ ആ ഒരു വ്യക്തിത്വത്തെ അല്ലേ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഈ രീതിയിൽ പരാമർശം നടത്തി നിങ്ങൾ വേറെ രീതിയിൽ അത് കേസുമായിട്ട് പോകുമല്ലോ. എന്തുകൊണ്ട് വേടനെതിരെ നിങ്ങൾ ഇത് പരാമർശം നടത്തുന്നത്? കാരണം വേടൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് ചോദിക്കാനും പറയാൻ ആരും വരില്ല എന്നുള്ളൊരു തീരുമാനമായിരിക്കും അല്ലേ? ഈ തന്തയില്ലായ്മയാണ് വേടൻ ചോദ്യം ചെയ്യുന്നത്. ഈ തന്തയില്ലായ്മ തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ചോദ്യം ചെയ്യും. നിങ്ങളുടെ പേടിയുണ്ടല്ലോ, ഇന്നലകളിൽ നടന്ന കാര്യങ്ങൾ ഇന്നത്തെ തലമുറയെ അറിയിക്കുന്നതാണ് വേടൻ്റെ കല എന്ന് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിലെ പേടി ഇന്നലകളിൽ നിങ്ങൾ ചെയ്ത കൊള്ളരുതായ്മകൾ എല്ലാവരും അറിയുമെന്നുള്ളൊരു പേടിയാണ്. അത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പേടി ഉണ്ടെങ്കിൽ അതെല്ലാവരും അറിയുക തന്നെ ചെയ്യും, ഇനിയും അറിയിക്കുക തന്നെ ചെയ്യും. അതിന് വേടൻ എത്രത്തോളം സപ്പോർട്ട് കൊടുക്കാമോ അത്രത്തോളം സപ്പോർട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുകയും ചെയ്യും. വേടൻ ആരുടെയും സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും വേടൻ ഒറ്റയ്ക്ക് തന്നെ കയറി വരും. മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നല്ലേ നിന്നെപ്പോലെയുള്ള വെറും പാഴ് മരങ്ങൾ നനയുമ്പോൾ എന്തൊരു കഷ്ടമൊക്കെയാണല്ലേ. ഓരോരോ ഇൻ്റർവ്യൂവിൽ നമുക്ക് കാണുമ്പോഴാണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ള വിഷം അല്ലെങ്കിൽ ഇവരുടെ മനസ്സിലെ ഈ കുഷ്ഠം എത്രത്തോളം ഉണ്ടെന്നുള്ളത് വീണ്ടും വീണ്ടും മനസ്സിലാവുന്നത്.